ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഈ കപടഭക്തി കാണിക്കുന്ന ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുന്നത്, നമ്മളുടെ ജീവിതത്തിലും ഈ കപടഭക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുവാനുള്ള ഒരു ആഹ്വാനം കൂടെയാണ്. 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറുകളെ പണിതും നീതിമാന്മാരുടെ കല്ലറുകളെ അലങ്കരിച്ചും കൊണ്ട് ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകന്മാരെ കൊല്ലുന്നതിൽ കൂട്ടാളികളാകെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കൾ എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പുരിച്ചുകൊള്ളുവിൻ. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. ദൈവികമായിട്ടുള്ള സാഹചര്യത്തിൽ 35-ാം വാക്യത്തിൽ, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിൻ്റെ മകനായ സഖര്യാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചിരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന സകല ദ്രോഹങ്ങൾക്കും അതിന് മറുപടി ലഭിച്ചിരിക്കും. യേശു കർത്താവിന് യെരുശലേമിനെ പറ്റിയുള്ള വലിയ കൺസേൺ 37 മുതലുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. 37-ാം വാക്യത്തിൽ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങളിനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമൊക്കെ യെരുശലേമിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വവും കർത്താവായ യേശു കർത്താവ് യെരുശലേമിനെ പറ്റിയുള്ള കൺസേൺ ഉള്ളതുകൊണ്ട് ദൈവികമായ കൂട്ടായ്മയിൽ യേശു കർത്താവ് ഇസ്രായേൽ ജനതയെ അനുഗ്രഹിച്ച് അവരെ മശിഹ എന്ന് അംഗീകരിക്കുന്നത് വരെയും ദൈവരാജ്യത്തിൻ്റെ ആ പൂർത്തീകരണം നടക്കുകയില്ല. അതിനുവേണ്ടി യേശു കർത്താവ് കാത്തിരിക്കുന്നു. ഞാൻ നിങ്ങളും ആ വലിയ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പുതിയ നിയമ യെരുശലേമാവുന്ന ഞാനും നിങ്ങളും, പുതിയ നിയമ മണവാട്ടിയ സഭയാവുന്ന ഞാനും നിങ്ങളും ഇപ്രകാരമായി തീരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൽ സമർപ്പിച്ച് രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സഹായിക്കട്ടെ. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആവരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ശാസ്ത്രിമാരെ പോലെയും പരീശന്മാരെ പോലെയായി യെരുശലേമിനെ പറ്റി കർത്താവിൻ്റെ കൺസേൺ പോലെ ഞങ്ങളെപ്പറ്റിയോ ഞങ്ങളുടെ കുടുംബങ്ങളെപ്പറ്റിയോ ഞങ്ങളുടെ ദേശത്തെപ്പറ്റിയോ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള ജീവിത വിശുദ്ധിയും ക്രമീകരണങ്ങളും ഞങ്ങൾക്ക് തെരുമാറാകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.